സംസ്ഥാനത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് പാചകവാതക സിലിണ്ടർ ക്ഷാമം. സിലിണ്ടർ ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്ന് കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ പഴയപടി എന്നു മുതൽ നൽകാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഏജൻസികൾ നൽകുന്നില്ല. ഇന്നു മുതൽ ഭക്ഷണം നൽകാൻ കഴിയില്ലെന്ന് പല ഹോസ്റ്റലുകളും താമസക്കാരെ അറിയിച്ചിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് ആരോപിച്ച് LDF ഇന്ന് പ്രതിഷേധം നടത്തും. റഹീസ് റഷീദും സ്വാന്തന സാജുവും ഷബാസ് അഹമ്മദും അഭിജിത്ത് മുഴക്കുന്നും ചേരുന്നു. ആദ്യം റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു സംസ്ഥാനങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകുന്നു, കൃത്യമായിട്ടുള്ള നിരീക്ഷണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നത് ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങൾ സംസ്ഥാനത്തടക്കം പോകുന്നത് എന്നല്ലേ വ്യക്തമാകുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി, ഗ്രീജിത്ത്. സംസ്ഥാനത്ത് ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഹോട്ടൽ മേഖലയിൽ അടക്കം വാണിജ്യ സിലിണ്ടർ നൽകാത്തത് കൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും കുറച്ച് ഹോട്ടലുകൾ സംസ്ഥാനത്ത് പൂട്ടി. ഏതാണ്ട് ഒരു 5% ഹോട്ടലുകൾ, അത് ചെറുകിട ഹോട്ടലുകളാണ് എന്നാണ് അസോസിയേഷൻ പറയുന്നത്. ഇന്നും നാളെയും ഒക്കെ കൊണ്ട് മിക്കയിടത്തും സ്റ്റോക്ക് തീരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഹോട്ടൽ മാത്രമല്ല, കാറ്ററിംഗ് രംഗത്ത് പ്രവർത്തനം നിശ്ചലമായ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് വിവാഹങ്ങളൊക്കെ ഈ മാസം നടക്കുന്ന സാഹചര്യത്തിൽ അതിനെ കൂടി ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. ഹോട്ടലുകൾ പൂട്ടുക എന്ന് പറയുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തെയാണ് അത് ബാധിക്കുക. എന്ന് മാത്രമല്ല, ഇറച്ചി, പച്ചക്കറി, മറ്റ് പലവ്യഞ്ജനങ്ങൾ എല്ലാത്തിനെയും ബാധിക്കും. ഒപ്പം സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഓൺലൈൻ ഭക്ഷണ വിതരണവും ഹോട്ടലുകൾ പൂട്ടുമ്പോൾ സ്വാഭാവികമായും അവസാനിക്കും. ടൂറിസം മേഖലയിലും വലിയ പ്രശ്നങ്ങളുണ്ട്. വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ റൂമുകളിൽ ഫുഡ് കൊടുക്കുന്നതൊക്കെ ഇതിനകം തന്നെ നിർത്തിയിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഹോട്ടലാണ് പൂട്ടുന്നത്. പക്ഷേ അത് കണക്ട് ചെയ്ത് കിടക്കുന്ന എല്ലാ ഭാഗങ്ങളെയും അത് ബാധിക്കും. ഇപ്പോൾ പല സ്ഥലത്തും, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ YWCA ഹോസ്റ്റലിൽ, സ്റ്റുഡൻസ് ഹോസ്റ്റലാണ്, ആ ഹോസ്റ്റലിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൂടിയേ ഉണ്ടാകൂ, അതിനുശേഷം ഭക്ഷണം താൽക്കാലികമായി ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കമ്പനികൾ ഏജൻസികൾക്ക് കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ഇത് എപ്പോൾ പുനഃസ്ഥാപിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നതാണ് ഒരു പ്രശ്നം. ഇതിനകത്ത് ഒരു മാസം വരെ ഈ പ്രതിസന്ധി നീണ്ടുപോകാം എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. എപ്പോൾ ഈ പ്രതിസന്ധിക്ക് അയവ് വരും എന്നത് സംബന്ധിച്ച് പോലും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമുണ്ട്. ഗുരുതരമായ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ഹോട്ടലുകളിലുള്ള പ്രതിസന്ധി, ട്രെയിനിലെ ഭക്ഷണം പോലും മുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. സാന്ത്വന സാജു കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാന്ത്വന, ചില ചെറുകിട ഹോട്ടലുകളൊക്കെ ഇതിനോടകം അടച്ചിട്ടുണ്ട്. കൂടുതൽ ഹോട്ടലുകൾ പ്രവർത്തനം നിർത്തേണ്ടി വരുന്ന നിലയിലാണ് എന്ന് ഉടമകളും അസോസിയേഷനും ഒക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. എന്താണ് ഈ ഹോട്ടലുകളുടെ കാര്യത്തിലൊക്കെ കൂടുതൽ ഹോട്ടലുകൾ അടയ്ക്കുന്ന നിലയിലേക്ക്, ഭക്ഷണം മുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ സാന്ത്വന? ഗുഡ് മോർണിംഗ് ശ്രുതി, ഗുഡ് മോർണിംഗ് വിജിത്ത്. നമ്മളൊക്കെ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്കൊക്കെ വരികയാണെങ്കിൽ അവരൊക്കെ ഈ കടകളെ ആശ്രയിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ തന്നെയും ആഴ്ചയിൽ ഒരു ദിവസം ഓഫൊക്കെ ഉള്ളപ്പോൾ മാത്രം വീട്ടിൽ പോകുന്ന ആളുകളാണ്. കൂടുതലും പുറത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ അത്തരം സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ പോകുന്ന കടകളിലൊക്കെ നേരത്തെ നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ സുഖമാണോ, എങ്ങനെ പോകുന്നു കാര്യങ്ങളിലൊക്കെയാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഗ്യാസ് ഉണ്ടോ, എത്ര തരം ഭക്ഷണം തരാൻ കഴിയും എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലാണ്. നമുക്ക് കാണാം, ഇവിടെ ഒരു കട അടച്ചിട്ടിരിക്കുകയാണ്. ഈ കടയുടെ ഓണറൊന്നും ഇവിടെയില്ല. അദ്ദേഹം കട അടച്ചതുകൊണ്ട് തന്നെ ഫാമിലിക്കൊപ്പം എവിടെയോ പോയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നലെ കൊണ്ട് ഗ്യാസ് തീർന്നു, അതുകൊണ്ട് ഇന്ന് മുതൽ പ്രവർത്തിക്കാൻ കഴിയില്ല, ഇന്ന് മുതൽ കട അടച്ചിടുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ അവരുടെ മുന്നിലുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ നിരവധി ചെറുതും വലുതുമായ കടകൾ ഇതിനോടകം തന്നെ തിരുവനന്തപുരത്ത് അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിജിത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നമ്മൾ പല കടകളിൽ പോയിരുന്നു. പല കടകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ഈ പടം നൽകിയിരിക്കുന്നതൊക്കെ, ഈ കടയുടെ ഈ പരസ്യത്തിന്റെ ഭാഗമായി നൽകിയിരിക്കുന്ന പടത്തിൽ നമുക്ക് കാണാം മിക്കതും ചൈനീസ് ഐറ്റംസ് ആണ്. ഇതൊന്നും തന്നെ നമുക്ക് ഈ വിറകൊന്നും വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ഇനിയിപ്പോൾ നമ്മൾ വിറകൊക്കെ കൊണ്ടുവന്ന് പാചകം നടത്താമെന്ന് കരുതിയാൽ തന്നെ പല കിച്ചണുകൾക്കും അത്തരത്തിൽ വിറകടുപ്പ് ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം നിലവിലില്ല. എല്ലാം തന്നെ ഗ്യാസുമായി ബന്ധപ്പെട്ട സജ്ജീകരിച്ചിരിക്കുന്ന അടുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല, സ്ഥലപരിമിതി. തിരുവനന്തപുരം പോലെ വളരെ അധികം ആളുകൾ പാർക്കുന്ന ഒരു സ്ഥലത്ത് നമുക്കറിയാം കടയുടെ പുറകിലോ ഒന്നും വെച്ച്
പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിറകൊന്നും വെച്ച് ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്നലെ തന്നെ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടൽ ശൃംഖലയുടെ ഉടമസ്ഥനുമായി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയായിരുന്നു, ഒരു വിറക് കൊണ്ട് പാചകം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി, പക്ഷെ കടയ്ക്കകത്ത് മുഴുവൻ പുക കയറിയിട്ട് അതിനകത്തിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്തതെന്ന്. അങ്ങനെ ഇനി വരും ദിവസങ്ങളിലും ഇത് തന്നെ തുടരുകയാണെങ്കിൽ കൂടുതൽ കടകൾ അടയ്ക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഏതാണ്ട് 50-ലധികം കടകൾ തിരുവനന്തപുരത്ത് മാത്രം അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും വ്യക്തമാക്കുന്നത്. ഓക്കെ, ലാലായിസ് റെസ്റ്റോറന്റ്, അതായത് ഹോട്ടൽ അടച്ചിട്ട നിലയിൽ കണ്ടെത്തിയ ഹോട്ടലിന് മുന്നിൽ നിന്നാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം ചേർന്നത്. നമുക്ക് ഷബാസിലേക്ക് കൂടി ഒന്ന് പോകണം. ഗുഡ് മോർണിംഗ് ഷബാസ്. ഈ കാറ്ററിംഗ് സ്ഥാപനങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഭാഗമാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾ. പ്രത്യേകിച്ച് ഈ കൂട്ടത്തോടെയൊക്കെ ഈ സദ്യയടക്കം നൽകുന്ന ഒരു വിഭാഗം. അപ്പോൾ അവർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക. അതിനിടയ്ക്ക് ഇപ്പോൾ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്ന ചിലരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതും ചിലർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, എല്ലാവർക്കും സാധിക്കണമെന്നുമില്ല. ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാനാണ് ഇനി തീരുമാനം? ഗുഡ് മോർണിംഗ് ശ്രുതി, റീജിത്ത്. ഇന്നലെ തന്നെ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടെ കൊച്ചിയിലെ ഹോട്ടലുകൾ ഏകദേശം ഒക്കെ അടയ്ക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരുന്നു. പല ഹോട്ടലുകളും ഇന്നലെ അടച്ചിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഈ ഹോട്ടൽ ഉടമകളും ഒപ്പം ഈ ഹോട്ടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും കൊച്ചിയിൽ അനുഭവിക്കുന്നത്. അതോടൊപ്പം വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന മറ്റൊരു വിഭാഗം ഈ കൊച്ചിയിലെ കാറ്ററിംഗ് തൊഴിലാളികൾ അല്ലെങ്കിൽ കാറ്ററിംഗ് സ്ഥാപനങ്ങളാണ്. കാറ്ററിംഗ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ ഓർഡറുകൾ എടുത്തു വെക്കുന്നവരാണ്. അതായത് ഈ കല്യാണങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമുള്ള ഓർഡറുകൾ വളരെ മുൻപ് തന്നെ അഡ്വാൻസ് വാങ്ങി അല്ലെങ്കിൽ അവരുമായി വാക്കു പറഞ്ഞ് ഉറപ്പിച്ചു വെക്കുന്നതാണ്. അത്തരക്കാർക്ക് ഈ ഗ്യാസ് ഇല്ലാതെ വരുന്നതോടുകൂടി ഈ ഓർഡറുകൾ നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി വൈറ്റ്ലയിലെ ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിലാണ്. സാധാരണ ഇവിടെ 6 മണിക്ക് മുമ്പൊക്കെ ഈ പണികൾ തുടങ്ങാറുള്ളതാണ്, അടുപ്പ് കത്തിച്ച് ഈ പാചകം തുടങ്ങാറുള്ളതാണ്. പക്ഷേ ഈ ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായതോടെ ഇന്ന് 7 മണിയോടെ മാത്രം, ഇപ്പോൾ അല്പനേരം മുമ്പ് മാത്രമാണ് ഈ ഗ്യാസ് കത്തിച്ചത്. തൊഴിലാളികളൊക്കെ അല്പനേരം മുമ്പ് മാത്രമാണ് എത്തിയത്. ഇപ്പോഴും ഈ പണി തുടങ്ങിയാൽ എപ്പോൾ ഇത് പൂർത്തിയാകും അല്ലെങ്കിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊരു കാര്യം പോലും ഇവർക്ക് ഉറപ്പില്ല. ആകെ ഇരിക്കുന്ന ഈ 2 കുറ്റി മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത്. ഇതുകൊണ്ട് ഇന്നത്തെ ഈ ഓർഡറുകൾ പൂർണ്ണമായും നൽകാനാവുമോ എന്ന കാര്യം പോലും അവർക്ക് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് വലിയ ആശങ്കയാണ് ഇവർ പങ്കുവെക്കുന്നത്. നേരത്തെ തന്നെ ബുക്ക് ചെയ്തു വെച്ച ഓർഡറുകളാണ്. ഈ ഓർഡറുകൾ നൽകിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്കൊക്കെ കടക്കും. ഈ കല്യാണങ്ങൾക്കും മറ്റും ഈ സദ്യക്കായി കാത്തിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇതാ ഈ സ്ഥാപനത്തിന്റെ ഓണർ ചേട്ടനുണ്ട്. ചേട്ടാ, ഇപ്പൊ എന്താണ് അവസ്ഥ? 2 കുറ്റി ബാക്കി. ഇന്ന് 2 കുറ്റിയുള്ളതുകൊണ്ട് ഇന്നത്തെ പരിപാടി അഡ്ജസ്റ്റ് ചെയ്താണ്ട് പോകും. ഞങ്ങളുടെ അടുത്തിരിക്കുന്ന നിരവധി ഓർഡറുകളുണ്ട്. ഈ 15-ാം തീയതി കഴിഞ്ഞാൽ കല്യാണ ഓർഡറുകൾ വരികയാണ്. ഈ മാസം ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഞങ്ങളിപ്പോൾ ആശങ്കയിലാണ്, എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയാണ്. ഗ്യാസ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിരവധി അവസരങ്ങൾ തൊഴിലാളികൾക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇന്നത്തെ ഓർഡറുകൾ കൊടുത്തു തീർക്കാൻ സാധിക്കുമോ? ഇന്നത്തെ ഓർഡർ കൊടുത്തു തീർക്കാൻ പറ്റും. നാളെ കഴിഞ്ഞുള്ള ഓർഡറുകൾ ഇപ്പോൾ ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ വലിയ ഓർഡറുകളുണ്ട്. അതെങ്ങനെ കൊടുക്കുമെന്നുള്ള പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. കല്യാണ സീസൺ കൂടിയേ വരുന്നല്ലേ? കല്യാണ സീസണാണ്. കല്യാണ സീസണിൽ 1000-1500 പേരുടെ ഓർഡറുകൾ ഒരുപാട് പേർക്കുണ്ടാവും. കാറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കേരളത്തിലുള്ള എല്ലാ കാറ്ററിംഗ് ഷാബാസ് അഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് പ്രതികരണങ്ങൾ ലഭ്യമാക്കുകയായിരുന്നു. കാറ്ററിംഗ് സ്ഥാപനങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെയാണ്, അടച്ചുപൂട്ടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. സ്വീകരിച്ച ഓർഡറുകളൊന്നും നൽകാൻ കഴിയുന്നില്ല. ഇനി വിവാഹ സീസൺ വരുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ബുക്കിങ്ങുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി എത്ര നാൾ നീണ്ടു നിൽക്കും എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഹോട്ടലുകളുടെ കാര്യത്തിലാണെങ്കിൽ ഹോട്ടലുകൾ അടച്ചു തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ ഹോട്ടലുകൾ അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോയിരിക്കുന്നു. അങ്ങനെ ഗുരുതരമായൊരു പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്.